ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ഫിസിക്സ് എക്സാമൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ +1 ലൈഫിലെ അവസാനത്തെ എക്സാമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഏതാണ്? നമ്മുടെ സ്വന്തം ബയോളജി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് 3 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. ഈ 3 ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബയോളജി പഠിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ +1 ലൈഫിലെ ലാസ്റ്റ് എക്സാമാണ് എൻ്റെ മക്കൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് സ്റ്റഡി പ്ലാനാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ എന്ത് സ്റ്റഡി പ്ലാനാണ് ഈ ഒരു 3 ദിവസത്തേക്ക് എന്നുള്ളതാണ് മിസ്സ് പറയാൻ പോകുന്നത്. അപ്പം മിസ്സ് ഓരോ ദിവസത്തെ പ്ലാനും പറയുമ്പം നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കുക. ഇന്ന് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. ഇന്ന് എന്ന് പറയുമ്പോൾ സാറ്റർഡേ അല്ലേ. ആൻഡ് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 PM കേട്ടോ. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകുക. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, തിയറി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ മക്കൾ ചോദിക്കും, തിയറി എവിടെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്? നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ മിസ്സ് കാണിച്ചു തരാം. നിങ്ങൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ പോവാം. ഓക്കെ, മിസ്സ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ലൈവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പോയ നിങ്ങളുടെ ഫിസിക്സിൻ്റെ ലൈവ് കാണാം. ആൻഡ് അതിൽ നിങ്ങൾ മാത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും +1 ബയോളജി. +1 ബയോളജിയിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ്? ലിവിങ് വേൾഡ്, പ്ലാന്റ് കിങ്ഡം, ബയോളജിക്കൽ. ഫസ്റ്റത്തെ 4 ചാപ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റർ തിയറി റിവിഷനാണ്. ആൻഡ് അതിൻ്റെ അടുത്ത ദിവസം നോക്കിക്കേ, നമ്മളുടെ 5, 6, 8, 9, 10 അടുത്ത 5 ചാപ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റർ റിവിഷനാണ്. ദെൻ അടുത്തത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സുവോളജി സെക്ഷനിലുള്ള ബ്രീത്തിങ്, ബോഡി ഫ്ലൂയിഡ്സ്, ന്യൂറൽ കൺട്രോൾ, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് കംപ്ലീറ്റ് ചാപ്റ്റർ റിവിഷനാണ്. ആൻഡ് നെക്സ്റ്റ് ഡേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്. അങ്ങനെ 4 ലൈവുകൾ എൻ്റെ മക്കൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ 4 ലൈവുകൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് തിയറി മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തിയറി ആ ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എൻ്റെ മക്കളിതാ നമ്മളെ യൂട്യൂബ് ചാനലിൽ വരിക, ലൈവിലേക്ക് പോവുക. ലൈവിലൊന്ന് കുറച്ച് താഴ്ന്നാൽ മതി. നമ്മുടെ ഫിസിക്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആ തിയറി ക്ലാസ് നോക്കി നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണോ അറിയാത്തത് അത് നിങ്ങൾ നല്ല തെറോ ആക്കുക. ഓക്കെ, കാരണം 4 മണിക്കാണ് നമ്മളുടെ ലൈവ് വരുന്നത്. അപ്പം നിങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ചാപ്റ്ററിൽ, എനിക്ക് തോന്നുന്നില്ല ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെന്ന്, ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കുക. ഓക്കെ, ആൻഡ് 4 മണിക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മളുടെ ഡേ 1 നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തെ 9 ചാപ്റ്റേഴ്സാണ്. ഫസ്റ്റ് 10 ചാപ്റ്ററിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഒഴികെ ബാക്കിയുള്ള 9 ചാപ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ നമ്മൾ നാളെ ചെയ്യും. ഓക്കെ, അപ്പോൾ മെസ്സും ഉണ്ടാകും, ATRMSസും ഉണ്ടാകും. ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് 9 ചാപ്റ്റേഴ്സ് എൻ്റെ മക്കൾക്ക് കംപ്ലീറ്റ് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാകുക. എന്ന് പറഞ്ഞാൽ തിയറി ഒട്ടും പറയില്ല എന്നാണോ? അങ്ങനെയല്ല, നമ്മൾ തിയറിയും പറയും, പക്ഷേ മെയിൻ ഫോക്കസ് എവിടെയായിരിക്കും? നമ്മളുടെ ക്വസ്റ്റ്യൻസിലായിരിക്കും. കാരണം തിയറിക്ക് വേണ്ടി മാത്രം നമ്മളൊരു ലൈവ് പോയതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത് എന്തിലായിരിക്കും? ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്വസ്റ്റ്യൻസിലൂടെ കുറച്ച് തിയറിയൊക്കെ പഠിച്ച് നമുക്ക് പോവാം. ഓക്കെ, ആൻഡ് നമ്മൾ നെക്സ്റ്റ് ഡേ, അതായത് നാളെ ഡേ 2 വീണ്ടും നമ്മൾ 4 മണിക്ക് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് നാളെ രാവിലെ മുതൽ വൈകിട്ട് 4 മണി വരെ സമയമുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട് നാളെ റിവൈസ് ചെയ്യാം, അതല്ല നാളെ നമ്മളിതാ ഈ ഒരു സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. 10 ചാപ്റ്റേഴ്സ്. ഓക്കെ, ടോട്ടൽ നമുക്ക് 19 അല്ലേ. ഇന്ന് നമ്മൾ 9 ചാപ്റ്റർ, നാളെ നമ്മൾ 10 ചാപ്റ്റർ. അപ്പോൾ നാളെ ദേ നിങ്ങളുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ കൂടി ഉണ്ടാവും കേട്ടോ. പിന്നെ വരുന്ന ഫോട്ടോസിന്തസിസ് മുതലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. പക്ഷേ അത്യാവശ്യം വേണ്ട തിയറീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആൻഡ് നമ്മളെ ലാസ്റ്റ് ഡേ ആയിട്ടുള്ള മൺഡേ നമ്മൾ 100 ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം ഈ ഒരു ദിവസം നമ്മൾ 7:30ക്കാണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുക. 4 PM അല്ല. അപ്പം ഇന്നും നാളെയാണ് 4 PM. ആൻഡ് ലാസ്റ്റ് ഡേ 7:30ക്കാണ് നമ്മളുടെ ക്ലാസ്. അപ്പോൾ ആ 100 ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ സമയത്ത് നമുക്ക് തിയറി പറയാൻ സമയം ഉണ്ടാവില്ല. നമ്മൾ ചടപടേന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അടുത്ത ദിവസം എക്സാം ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നേരം ഈ ഒരു മൺഡേയുടെ ലൈവ് ഉണ്ടാവില്ല. അത് 100 ഷുവർ ക്വസ്റ്റ്യൻസ് ഒരു മാക്സിമം 11:30 വരെയൊക്കെ പോകുള്ളൂ. അത് കഴിഞ്ഞാൽ ചച്ച. ഓക്കെ, ഈ 2 ലൈവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ലെങ്തി ആയിരിക്കും. കാരണം എന്താണ്, നിങ്ങൾക്ക് അടുത്ത ദിവസം ലീവ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ എൻ്റെ മക്കളുടെ എക്സാം, നിങ്ങളുടെ +1 ലൈഫിലെ ലാസ്റ്റ് എക്സാം ആയിട്ടുള്ള
ഡേറ്റ് ട്യൂസ്ഡേ ആണ് നിങ്ങളുടെ എക്സാം അല്ലേ. അപ്പം എൻ്റെ മക്കളെല്ലാവരും സ്കൂളിൽ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു മോർണിംഗ് ബൂസ്റ്റർ റിവിഷൻ ലാസ്റ്റ് ലൈവ് സെഷൻ കൂടി ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞ് ഫുൾ കോൺഫിഡൻസോട് കൂടി ആയിരിക്കും എൻ്റെ കുട്ടികൾ നിങ്ങളെ +1 ലൈഫിലെ ലാസ്റ്റ് എക്സാം, അത് നമ്മുടെ ബയോളജി എക്സാം എഴുതാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെന്നാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് വൈകിട്ട് കാണും. ഇനി അധികം സമയമൊന്നുമില്ല, കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. അപ്പോൾ ഗെറ്റ് റെഡി ഫോർ ദീസ് ഫസ്റ്റ് 9 ചാപ്റ്റേഴ്സ്. ഓക്കെ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവരൊക്കെ എടുത്തു വെച്ചോളൂ. നമ്മളിതേ പഠിച്ച് തുടങ്ങുകയാണ് നമ്മളുടെ +1 ബയോളജിയിലെ ലാസ്റ്റ് എക്സാമിൻ്റെ ലൈവ് ക്ലാസ്സുകൾ. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. എല്ലാവരും കറക്റ്റ് 4 മണിക്ക് നമ്മുടെ ചാനലിൽ വരിക. എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് വരിക. ഓക്കെ.